ഏറ്റവും ഒടുവിൽ വന്ന ചാണക്യ സർവേ അവർ കഴിഞ്ഞ തവണ ഏതാണ്ട് കൃത്യമായി തന്നെ ഏതാണ്ട് ഷാർപ്പായി തന്നെ പ്രിഡിക്റ്റ് ചെയ്തവരാണ്. അവർ 3 മുതൽ 11 വരെ സീറ്റുകൾ BJP കൊടുക്കുന്ന അവിശ്വാസത ഒഴിച്ചു നിർത്തിയാൽ അത് LDF ക്യാമ്പിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു എക്സിറ്റ് പോൾ ഫലമാണ്. എന്താണ് ഏറ്റവും ഒടുവിൽ ഇനി വോട്ടെണ്ണാൻ ഒറ്റ ദിവസം മാത്രം ബാക്കി നിൽക്കെ LDF ക്യാമ്പിന്റെ അവസാനവട്ട കണക്കുകൂട്ടൽ? റിനു. ഹാഷ്മി, LDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം ഒട്ടും ചോർന്നു പോയിട്ടില്ല. ഈ ഏറ്റവും ഒടുവിൽ ടുഡേസ് ചാണക്യ ഒരു സർവേ ഫലം പുറത്തു വന്നതിൽ 73ഓളം സീറ്റുകൾ നേടി LDF തന്നെ 3-ാം ഊഴത്തിലേക്ക്, അല്ലെങ്കിൽ പിണറായി വിജയൻ തന്നെ 3-ാം ഊഴത്തിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് ആ ഒരു സർവേ ഫലം പറയുന്നത്. പക്ഷേ മറ്റ് എക്സിറ്റ് പോൾ സർവേ എല്ലാം തന്നെ UDFന് അനുകൂലമാണ്. UDF മുഖ്യമന്ത്രി ചർച്ചയും മന്ത്രിസഭയിലേക്കുള്ള ചർച്ചയടക്കം മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴും LDF ക്യാമ്പിനകത്ത് ഒരു തരത്തിലുള്ള ആശങ്കയും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുൻപിൽ തന്നെ, അല്ലെങ്കിൽ മുന്നേ തന്നെ ഏതെങ്കിലും തരത്തിൽ LDFന് പരാജയമുണ്ടായാൽ ഏക സംസ്ഥാനം LDFന് നഷ്ടമാകും ഭരണത്തിൽ നിന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. അത്തരം ഒരു ഒരുക്കങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും നിലവിൽ എല്ലാ ആത്മവിശ്വാസവും മുന്നോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ പോവുകയാണ് LDF എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം കണ്ണൂരിലേക്ക് പിണറായി വിജയൻ തിരിക്കുമ്പോൾ പോലും ആ ആത്മവിശ്വാസം ഒട്ടും ചോരാതെ ഉദ്യോഗസ്ഥരോടക്കം അത്തരം പങ്കുവെച്ച്, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചതിന് ശേഷം തിരികെ വരും എന്നുള്ളൊരു ആത്മവിശ്വാസം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു ആ മടക്കം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ LDF ക്യാമ്പിനകത്ത് ചില ആശങ്കകൾ ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്ക്, അല്ലെങ്കിൽ മന്ത്രിസഭയിലുള്ള നേതാക്കൾക്ക് വിജയിച്ചു കയറാനാകില്ല എന്നുള്ളതാണ്. CPIയും അത്തരമൊരു കാര്യം തന്നെയാണ് സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് അതിൽ ചർച്ചയായി ഉരുത്തിരിഞ്ഞു വന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പ്രധാനപ്പെട്ട നേതാക്കൾക്കും ഒപ്പം മന്ത്രിസഭയിലുണ്ടായിരുന്ന മുതിർന്ന അംഗങ്ങൾക്കും ചിലപ്പോൾ വിജയിച്ചു കയറാനായില്ല. പക്ഷേ എങ്കിൽ പോലും വലിയ ഭൂരിപക്ഷം ഇല്ലെങ്കിലും LDFന് സംസ്ഥാനത്ത് 3-ാം ഊഴം അല്ലെങ്കിൽ അധികാരത്തിലെത്താൻ വേണ്ടി കഴിയും എന്നുള്ളത് തന്നെയാണ് അവർ വിലയിരുത്തുന്നത്. അതേ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇനി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ആ ആത്മവിശ്വാസത്തിന് ഒട്ടും ഒരു കോട്ടം സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.